വർഗീയതയ്ക്കെതിരെ പോരാടുന്നുവെന്ന് വീമ്പ് പറച്ചിൽ നടത്തുന്ന ഇടതുപക്ഷത്തിന്റെ കപടതയ്ക്കെതിരെ ആഞ്ഞടിച്ച് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. എസ്.ഡി.പി.യുടെ കാലുപിടിക്കുന്ന CPM-ന് ഇരട്ടത്താപ്പിന്റെ ഗോൾഡ് മെഡൽ നൽകണമെന്ന് രാജീവ് ചന്ദ്രശേഖരന്റെ വിമർശനം. എല്ലാം ശരിയാക്കാമെന്ന് വാഗ്ദാനം നൽകി അധികാരത്തിലേറി ജനങ്ങളെ വഞ്ചിച്ചവർ നിയമത്തെ പരാജയത്തെ ഭയക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. നിയമസഭാ തിരഞ്ഞെടുപ്പിലെ ശ്രദ്ധാകേന്ദ്രങ്ങളൊന്നായി മാറുന്ന തിരുവനന്തപുരം നിയമമണ്ഡലത്തിൽ വാശിയേറിയ പ്രചാരണം നടക്കുന്നതിനിടയിൽ LDF-ന്റെ വർഗീയ പ്രീണനത്തിന് മറുപടിയുമായി BJP സംസ്ഥാന അധ്യക്ഷനും നിയമമണ്ഡലം BJP സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖർ. SDPIയുടെ പിന്തുണയിൽ നേമത്ത് മത്സരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ ഇരട്ടത്താപ്പിന് ഗോൾഡ് മെഡൽ കൊടുക്കണമെന്ന് രാജീവ് ചന്ദ്രശേഖർ വിമർശിച്ചു. ഇരട്ടത്താപ്പിന്റെ ഗോൾഡ് മെഡലാണ് CPM കൊടുക്കേണ്ടത്. ഇവര് കോൺഗ്രസ് ജമാഅത്തെ ഇസ്ലാമിന്റെ ഒപ്പം പോകുമ്പോൾ അവര് ഓരോരോ ഡയലോഗ് എന്നിട്ട് പോയി കെട്ടിപ്പിടിക്കുന്ന ആരോടാ? ആരെ? SDP. എന്നിട്ട് വർഗീയവാദി ആരെ വിളിക്കുന്നത്? ഞങ്ങളെയോ? ഇതെല്ലാം നോക്കൂ, ഇതെല്ലാം ഒരു തല്ലിപ്പൊളി രാഷ്ട്രീയമാണെന്ന്. ഇത് 10-20 കൊല്ലം മുമ്പേ എക്സ്പയർ ചെയ്ത രാഷ്ട്രീയമാണ്. എല്ലാം ശരിയാക്കാമെന്ന് വാഗ്ദാനം നൽകിയ അധികാരത്തിലേറിയ ഇടതുപക്ഷം 10 വർഷം ജനങ്ങളെ കബളിപ്പിച്ച് ഭരിച്ചുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. എന്റെ പേരിൽ ഒരു ബ്രാഞ്ച് സെക്രട്ടറി CPM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറിനെ മത്സരിപ്പിക്കുന്നു, പിന്നെ അതെല്ലാം വിട്ട് SDP എന്നെ പോയി കാല് പിടിക്കുന്നു. അപ്പൊ 10 കൊല്ലം പിന്നെ എന്തിനാണ് MLA ആവുന്നത്? ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് 10 കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ SDP-ന്റെ കാല് പിടിക്കാനാണെങ്കിൽ പോവുകയാണെങ്കിൽ പിന്നെ എന്തിനാ MLA ആവുന്നു? SDPIയുടെ പിന്തുണയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മൗനം തുടർന്ന മുഖ്യമന്ത്രിയുടെ നിലപാടിനെയും അദ്ദേഹം കുറ്റപ്പെടുത്തി. നിയമസഭയിലും പൊതുപരിപാടികളിലുമടക്കം SDPIയുടെ വർഗീയതയ്ക്കെതിരെ ആഞ്ഞടിച്ച മുഖ്യമന്ത്രിയും നേതാക്കളും തിരഞ്ഞെടുപ്പ് സമയത്ത് നടത്തുന്ന വർഗീയ പ്രീണനങ്ങൾക്ക് തിരഞ്ഞെടുപ്പിൽ തന്നെ മറുപടി ലഭിക്കുമെന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. ജനം, തിരുവനന്തപുരം.